ഗലാത്യലേഖനം 6 അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്ന തലക്കെട്ടിനെ അടിസ്ഥാനമാക്കി കുറ്റം ചെയ്ത സഹോദരനെ എങ്ങനെ യഥാസ്ഥാനപ്പെടുത്താമെന്നുള്ള ഉപദേശം കൂടി നൽകാതെ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യലേഖനം അവസാനിപ്പിക്കുന്നില്ല. സാമൂഹ്യ ഉത്തരവാദിത്വവും അവനവനോടുള്ള ഉത്തരവാദിത്വവും ഉൾപ്പെടെ 8 കാര്യങ്ങൾ വളരെ മനോഹരമായി ഈ ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നു. ഒന്നാമതായി, തെറ്റിപ്പോയവരെ കുറ്റപ്പെടുത്താതെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. നാമും തെറ്റിപ്പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന രണ്ടാമത്തെ ഉപദേശം ഈ കാലഘട്ടത്തിൽ ആത്മീയമായിട്ടുള്ള നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ്. മൂന്നാമതായി, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുന്നതിലൂടെ മേൽപ്പറഞ്ഞവ സാധ്യമാകും. 4, തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് കൂട്ടുത്തരവാദിത്വം നിർവഹിക്കുക. 5, നാം അല്പനായിരിക്കെ മഹാനെന്ന് ചിന്തിക്കരുത്, ആത്മീക താഴ്മ പരിശീലിക്കുക. 6, താൻ്റെ പ്രവൃത്തിയെപ്പറ്റി സ്വയപരിശോധന നടത്തുക. 7, താൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കുക. ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുക. സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരടെടുക്കുവാൻ സാധ്യമല്ലെന്ന നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വചനഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ വചനഭാഗം വ്യക്തിയും സമൂഹവും പരസ്പരം ബന്ധിതമായിരിക്കുന്നു എന്നും അതിൻ്റെ പാരമ്യം വിശുദ്ധ തൃത്വത്തിലൂടെ ലോകം ദർശിക്കുന്നുവെന്നും വേദഭാഗം വെളിപ്പെടുത്തുന്നു. വിനയവും സ്നേഹവും ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയായിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.